everyone. ഇന്ന് നമ്മൾ 10th ക്ലാസ്സിന്റെ ഫിസിക്സിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിന്റെ ലെറ്റസ് എസ് എന്ന് പറയുന്ന പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Which of the following statements is correct? Sound and light are transverse waves. Sound and light are longitudinal waves. Sound is a longitudinal wave and light is a transverse wave. Sound is a transverse wave and light is longitudinal wave. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചത്. അപ്പം എല്ലാവർക്കും ഈ ട്രാൻസ്വേഴ്സ് വേവ് എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താ കറക്റ്റ് അറിയാമെന്ന് ഉദ്ദേശിക്കുന്നു അല്ലേ? ഏകദേശം ഞാൻ ആഗ്രഹിക്കുന്നു അറിയാമെന്നുള്ള. അറിയില്ലെങ്കിൽ എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ, തീർച്ചയായിട്ടും എല്ലാവരും കാണാം. ഓക്കെ, അപ്പം നമ്മളൊരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിനെ നമ്മൾ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചുരുങ്ങും അല്ലേ? ഈ ഭാഗത്ത് കൂടി ഇതിന് നമ്മൾ പുഷ് ചെയ്തപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ രണ്ട് ഭാഗത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഇതിങ്ങനെ ഒരു പാർട്ടിൽ ഒരു ഹൈ പ്രഷർ ഏരിയ, പിന്നെ വീണ്ടും ഒരു ലോ പ്രഷർ ഏരിയ, വീണ്ടും ഹൈ പ്രഷർ ലോ പ്രഷർ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇങ്ങനെയുള്ള വേവ്സ് നമ്മൾ എന്താ പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അതേപോലെ വെള്ളത്തിൻ്റെ അകത്ത് നമ്മളൊരു കല്ല് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പിൾസ് ഉണ്ടാവും ഇതേപോലെ. അപ്പോൾ അതിനെ ഗ്രാഫിൻ്റെ ഫോമിൽ എഴുതുമ്പം അത് ഇങ്ങനെ ആയിരിക്കും, അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടായിരിക്കും അവിടെ വരുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്, സൗണ്ട് വേവ്സിന് എന്ത് വേണം? മീഡിയം വേണം ട്രാവൽ ചെയ്യണമെങ്കിൽ. അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഹൈ പ്രഷർ ലോ പ്രഷർ റീജിയൻസ് ആ മീഡിയത്തിൽ കൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഒരു പുഷ് ആൻഡ് പുൾ മോഷൻ പോലെ ആയിരിക്കും നമ്മളുടെ സൗണ്ടിന് ഉണ്ടാവും. അതുകൊണ്ട് സൗണ്ട് വേവ് എപ്പോഴും എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. നേരെ മറിച്ച് ലൈറ്റ് അതിനൊരു മീഡിയം ആവശ്യമില്ല, വാക്കത്ത് കൂടി അത് ട്രാവൽ ചെയ്യും. ഓക്കെ, സൈഡ് വൈസ് ആയിട്ട് ഇത് ഓസിലേറ്റും ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ +1 +2 ലെവലിൽ പഠിക്കും, ഒപ്റ്റിക്സ് ആയിട്ട് +2 പഠിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. സൗണ്ട് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിലും നമ്മളുടെ ലൈറ്റ് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പാർട്ടിക്കിൾസ് സൈഡ് വേസും പെർപെൻഡിക്കുലറും രണ്ടും പെർപെൻഡിക്കുലറിൽ വൈബ്രേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്താ? സൗണ്ട് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ലൈറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് വേവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഇസ് 120 kHz. അപ്പോൾ ഫ്രീക്വൻസി നമുക്കിവിടെ ഡയറക്റ്റ് തന്നുകൊണ്ട് നമ്മൾ ആദ്യം അത് നോട്ട് ചെയ്യാം. 120 kHz ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് നമ്മൾ ഹേർട്സിലേക്ക് മാറ്റണം. അപ്പം 1 kHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 Hz ആണ്. അങ്ങനെയാണെങ്കിൽ 120 kHz-നെ നമ്മൾ ഹേർട്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക 120 followed by 3 zeros, 120,000 അല്ല 1,20,000 Hz ആണ് വരുന്നത്. ഓക്കെ, അതവിടെ നോട്ട് ചെയ്തു. പിന്നെ നമുക്ക് തന്നത് സ്പീഡ് ഓഫ് സൗണ്ട് v is equal to 350 m/s തന്നിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം വാട്ട് ഇസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ? അപ്പം ബാറ്റിന് കേൾക്കാൻ പറ്റുന്ന വേവ് ലെങ്ത്, മാക്സിമം വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ഫോർമുല എന്തായിരുന്നു? അതെന്താ? ലാംഡ ഫ്രീക്വൻസി, അതേപോലെ സ്പീഡ്, ഇത് മൂന്നും കണക്ട് ചെയ്ത് ഉള്ള ഒരു ഫോർമുലയാണ് v is equal to f lambda. v നമുക്കറിയാം, v ഇവിടെ തന്നത് 350 m/s, നമുക്ക് ഫ്രീക്വൻസി തന്നത് 1,20,000 Hz ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലാംഡ is equal എന്തായിരിക്കും? v/f ആയിരിക്കും. v 350 divided by 120 followed by 3 zeros. അപ്പോൾ ഇവിടെയുള്ള ഒരു സീറോ ഇതും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ 35-നെ നമ്മൾ 12,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏകദേശം 0.0029 മീറ്റർ എന്നായിരിക്കും. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ എപ്പോഴും എഴുതുമ്പം ആൻസർ ഇങ്ങനെ എഴുതാറില്ല, എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതുക, അതായത് പോയിന്റ് ഇട്ടിട്ട് ആണ് നമ്മൾ എഴുതുക. നമുക്ക് കിട്ടിയത് 0.0029 മീറ്റർ എന്നാണ്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ എഴുതുമ്പോൾ
പോയിന്റ് നമ്മൾ ഇടുക 2 നമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും. പോയിന്റ് കഴിഞ്ഞാൽ ഒരു നമ്പറേ വരാനും പാടുള്ളൂ. അപ്പൊ ഇവിടുന്ന് 1, 2, 3 3 പ്ലേസസ് ജമ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയിന്റ് കൊണ്ടുപോകുന്നത്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പം നിങ്ങൾ ഓർമ്മ വെക്കുക, നെഗറ്റീവ് ആയിരിക്കും പവർ വരിക അല്ലെ. 10ന്റെ പവർ ആയിട്ട് നമ്മൾ എഴുതാം. അപ്പൊ നമ്മളുടെ ആൻസർ ഇങ്ങനെയായിരിക്കും 2.9 ഇൻറ്റു 10 to the power of -3 മീറ്റർ. ഓക്കെ, നോർമലി ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പോയിന്റിനെ മാറ്റിയത് കൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ആൻസർ 2.9 ഇൻറ്റു 10 to the power of -3 മീറ്റർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? A graphic illustration of two waves traveling at a speed of 3.2 meter per second is given. Find out the frequency, period and wavelength of each wave. രണ്ട് വേവ് ഉണ്ട്, 1.30 എയും 1.30 ബിയും. അപ്പോൾ രണ്ട് വേവ്സിൻ്റെ അത് നമുക്ക് 1.30 എന്റെ കേസ് എടുക്കാം. 1.30 എയിൽ അതേപോലെ 1.30 ബിയിൽ രണ്ടിൻ്റെയും സ്പീഡ് അല്ലെ വെലോസിറ്റി ഈക്വൽ ആണ്. 3.2 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അത് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഗ്രാഫിന് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഇസ് ദ നമ്പർ ഓഫ് വേവ്സ് ഇൻ യൂണിറ്റ് ടൈം. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ എത്ര വേവ്സ് ആണോ പോകുന്നത് അതാണ് നമ്മളുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫ്രീക്വൻസി അതാണ് വരുന്നത്. നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ടൈം ഇവിടെ 8 സെക്കൻഡാണ് ഉള്ളത്. യൂണിറ്റ് വന്ന് വരാൻ 1 ആണ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റിയിൽ എത്ര വേവ്സ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ടൈമിൽ എത്ര വേവ്സ് ആണ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 1/8. അപ്പം 8 സെക്കൻഡിൽ ഒരു വേവ്. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? 1/8 ആണ് വരുന്നത്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/8. ക്ലിയർ ആയല്ലോ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/8 ആണ് വരുന്നത്. നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞു, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു അത് 1 ഫ്രീക്വൻസി ആണ് വരിക. പീരീഡ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമുക്കറിയാം 1/8 ആണ്. ഇപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1/8 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ 1 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യും. അതായത് 8/1 കൊണ്ട് ഇൻറ്റു ചെയ്യും. 1 ഇൻറ്റു 8 എന്താണ്? 8 തന്നെയാണ്. അപ്പം 8 സെക്കൻഡ്സ് ആണ് എന്ത് ഇതിൻ്റെ ഫ്രീക്വൻസി, നമ്മളുടെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഫോർമുല ഉണ്ടായിരുന്നു. V is equal to F lambda or lambda is equal to V/F. V 3.2 നമുക്ക് ഗിവൺ ആണ്. ഫ്രീക്വൻസി നമുക്കിപ്പം എത്രയാണ് വന്ന് 1/8 ആണ്. ഇവിടെ അതേപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ 3.2 ഇൻറ്റു 8/1 ഇങ്ങനെ ഇൻറ്റു ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 8 2s are 16, 8 3s are 24 plus 1 25.6 മീറ്റർ എന്നാണ് ഇതിൻ്റെ എന്ത് കിട്ടുക? നമുക്ക് ഇതിൻ്റെ വേവ് ലെങ്ത് കിട്ടുക 25.6 മീറ്റർ. അതേപോലെ നമ്മൾ രണ്ടാമത്തെ കേസ് 1.30 ബി. 1.30 ബിയിൽ നമ്മൾ വെലോസിറ്റി സെയിം തന്നെ 3.2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ. നിങ്ങളിവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വേവിൻ്റെ ലെങ്ത് ഉണ്ട് കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ കമ്പയർഡ് ടു ഫസ്റ്റ് വൺ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണ്. ഒരു സെക്കൻഡിൽ കൂടുതൽ ഫ്രീക്വൻസി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ വന്നത് ഇവിടെ 1 സെക്കൻഡിൽ തന്നെ ഇത് ഫസ്റ്റ് വേവ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? 1 വേവ് ഇൻ 1 സെക്കൻഡ്. അപ്പം ഫ്രീക്വൻസി 1/1 ആയി. 1/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെയാണ്. ഓക്കെ, 1 തന്നെയാണ്. ഇനി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 1/f. F1 തന്നെ. അപ്പോൾ 1/1 ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഇവിടെ 1 സെക്കൻഡ് എഴുതി. പിന്നെ കണ്ടുപിടിക്കേണ്ട എന്താ? വേവ് ലെങ്ത് ലാംഡ. വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു V/f. V 3.2. നമുക്കിപ്പം എഫ് വീണ്ടും 1/1 എന്തെന്നെയാണ് വരിക? 1 അല്ല വരുന്നത്. അപ്പോൾ 3.2 മീറ്റർ. അതാണ് അതിൻ്റെ വേവ് ലെങ്ത്. ക്ലിയർ ആയല്ലോ? അപ്പം
വേവ് സ്ലോ ആണ്, ലോ ഫ്രീക്വൻസി ആണ്, ലോങ് വേവ് ലെങ്ത് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെൻറ്റൻസ് ഇവിടെ വന്നത്. അപ്പം വേവ് ബി ഫാസ്റ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യും, ഹൈ ഫ്രീക്വൻസി ആണ്, പക്ഷേ വേവ് ലെങ്ത് ഷോർട്ടാണ്. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടു അല്ലേ? ഓക്കെ, ഫോർത്ത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെ ഇടയിലുള്ള സൗണ്ടാണ് ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ പറ്റുന്നത്. അതായത് 20 ഹേർട്സ് ടു 20,000 20,000 ഹേർട്സ് വരെ, 20 ഹേർട്സ് ടു 20,000 ഹേർട്സ് വരെയാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പം അതിനെ കിലോ ഹേർട്സിൽ നമുക്ക് എന്തായാലും കേൾക്കാൻ സാധിക്കില്ല. അപ്പം ഇതിൽ മോസ്റ്റ് പ്രോബബിൾ എന്തായിരിക്കും? ഈ 2000 ഹേർട്സ് ആയിരിക്കും. അപ്പം നമ്മളുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം ഇതിന് രണ്ടിനും ഇടയിലുള്ള സൗണ്ട് ഏതാ അവിടെ? 2000 ഹേർട്സ് അല്ലേ? അപ്പം നമ്മളുടെ ആൻസർ എന്താ? 2000 ഹേർട്സ് ആണ്. ഓക്കെ, ഇപ്പൊ 20,000 ഹേർട്സ് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 20,000 ഹേർട്സിന് പകരം 20 കിലോ ഹേർട്സ് ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ രണ്ടും ഹേർട്സിൽ കാണിച്ചെന്ന് മാത്രം. ഓക്കെ, അപ്പം അതിൻ്റെ എനിത്തിങ് ബിലോ ഇൻഫ്രാസോണിക്, 20 ഹേർട്സിന് താഴെ ഇൻഫ്രാസോണിക്കും, അതേപോലെ 20,000 ഹേർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹേർട്സിന് മുകളിൽ അൾട്രാസോണിക്കും ആയിരിക്കും. ഓക്കെ, ഫിഫ്ത്ത് വൺ, എ വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 2 കിലോ ഹേർട്സ്. ഫ്രീക്വൻസി 2 കിലോ ഹേർട്സ് ആണ്. 2 കിലോ ഹേർട്സ്, 2 കിലോ ഹേർട്സിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഹേർട്സിലേക്ക് മാറ്റണം. അപ്പൊ 2 into 1000 ചെയ്താൽ നമുക്ക് കിട്ടുക 2000 ഹേർട്സ് എന്നാണ്. ഓക്കെ, 2000 ഹേർട്സ്. ആൻഡ് എ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 35 സെന്റിമീറ്റർ. ഇതിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 35 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? 1 മീറ്ററിന് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 35 സെന്റിമീറ്റർ പറഞ്ഞാൽ 35/100, അതായത് 0.35 മീറ്റർ ആക്കി. ഹൗ ഫാർ ഡസ് ദിസ് വേവ് ട്രാവൽ ഇൻ 5 സെക്കൻഡ്സ്? അപ്പം 0.5 സെക്കൻഡ്സിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അപ്പൊ തന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര ദൂരം പോകുന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ v is equal to f ലാംഡ ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രീക്വൻസി 2000 ഹേർട്സ് ഇൻറ്റു 0.35. ഇത് ചെയ്താൽ നമുക്ക് ഏകദേശം വരുന്ന വാല്യൂ 700 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ചോദിച്ചത് ഇതിന് വെലോസിറ്റി 700 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് എത്ര ട്രാവൽ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി എത്ര വരും? അപ്പോൾ 1 സെക്കൻഡിലാണ് ഇത്ര വരുന്നത്. അങ്ങനെയാണെങ്കിൽ 0.5 സെക്കൻഡ്സിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഇതിൻ്റെ വെലോസിറ്റി 700 ഡിവൈഡഡ് ബൈ 2, അതായത് 350 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും 0.5 സെക്കൻഡിൽ ഇതിൻ്റെ വെലോസിറ്റി വരുന്നത്. ഓക്കെ, ഇതിൻ്റെ വെലോസിറ്റി അത്രയാണ് വരുന്നത്. പിന്നെ what is the frequency of a wave that produces 50 crests and 50 troughs in 0.5 seconds? ഓക്കെ, നമുക്ക് തന്നത് ഒരു 0.5 സെക്കൻഡിൽ 50 ക്രസ്റ്റ് ഉണ്ടാക്കും, 0.5 സെക്കൻഡിൽ 50 ട്രഫ്സും ഇതുണ്ടാക്കും. നമ്പർ ഓഫ് ക്രസ്റ്റ് ഇൻ 1 സെക്കൻഡ്. അപ്പം അര സെക്കൻഡിൽ 50 ആണെങ്കിൽ 1 സെക്കൻഡിൽ അതിൻ്റെ ഡബിൾ അല്ലേ, ഇരട്ടി അല്ലേ? അപ്പം 50 ഇൻറ്റു 2 ചെയ്ത 100 എന്ന് വന്ന്. അതേപോലെ ക്രസ്റ്റ് 100 ആണെങ്കിൽ അതിൻ്റെ ട്രഫ് എത്ര തന്നെ ആയിരിക്കും? 100 തന്നെ ഉണ്ടാവും. അപ്പം ഫ്രീക്വൻസി എന്താ? നമ്പർ ഓഫ് ക്രസ്റ്റ് ആൻഡ് നമ്പർ ഓഫ് ട്രഫ്സ് അല്ലേ ഫ്രീക്വൻസി ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി 100 ഹേർട്സ് ആയിരിക്കും, 100 ഹേർട്സ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡിഫറെൻറ്റ് റിഗാർഡിംഗ് ദ വേവ്സ് ഗിവൺ ഇൻ ദ ഫിഗേഴ്സ്? അപ്പോൾ ഈ വേവ് രണ്ടും നമ്മൾ ശരിക്കും കൂടെ ഒബ്സർവ് ചെയ്യുക. ഇതിൽ എന്തൊക്കെയാണ് സെയിം എന്തൊക്കെയാണ് ഡിഫറെൻ്റ് നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ
ഒരു വേവിന്റെ ലെങ്ത് 0 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 4 വരെ അല്ലേ. അപ്പൊ ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്ത് 4 വരെ. അപ്പൊ വേവിന്റെ ലെങ്ത് ഏകദേശം നമുക്ക് റഫായിട്ട് സെയിം ആണെന്ന് മനസ്സിലായി അല്ലേ. കാരണം ഡിസ്പ്ലേസ്മെന്റ് ടൈം നമുക്കതിന്റെ ഒരേപോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നത് ഇവിടെ വേവിന്റെ പീക്ക് എന്ന് പറയുക ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈറ്റ് കൂടുന്നത് 0.05ലാണ് അല്ലേ. ഇവിടെയാണ് -0.05ലാണ്. പക്ഷെ ഈ വേവിന്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ വേവ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0.05 ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് ഓഫ് ദ വേവ് ആംപ്ലിറ്റ്യൂഡ് എത്രയുള്ളൂ? 0.03 ഉള്ളൂ. ഇതിന്റെ വേവ് ലെങ്ത് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആണ് അല്ലേ. ഒരു വേവ് കംപ്ലീറ്റ് കണ്ടല്ലോ നിങ്ങൾ, ഒരു പ്രത്യേക സമയത്ത് 4 സെക്കൻഡിലാണ് ഇവിടെ ഒരു വേവ് കംപ്ലീറ്റ് ആവുന്നത്. ഇവിടെയും 4 സെക്കൻഡിന് ഒരു വേവ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വേവിന്റെ ലെങ്ത് ഇവിടെ ഈക്വൽ ആണ്. ഡിഫറൻറ്റ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്, ഹൈറ്റ് ഓഫ് ദ വേവ് ആണ്. 1.31 ഹൈറ്റ് ഓഫ് ദ വേവ് 0.05 ആണെങ്കിൽ സെക്കൻഡ് 1.31 ഹൈറ്റ് ഓഫ് ദ വേവ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 0.03 ആണ്. അപ്പോൾ ഏതാ ഡിഫറൻറ്റ്? ആംപ്ലിറ്റ്യൂഡ്. ഇനി the distance between two adjacent troughs of a transverse wave is 2 meter. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ അടുത്തൊരു വേവ് എടുക്കാം. അപ്പോൾ ഒരു വേവ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വേവ് എത്തി. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫ് തമ്മിലുള്ള ദൂരം, രണ്ട് വേവ്സിന്റെ ട്രഫ്സ് തമ്മിലുള്ള ദൂരം 2 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്ത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ക്രസ്റ്റ് ഓർ അഡ്ജസൻറ്റ് ട്രഫ് ഈസ് നോൺ ആസ് അതിന്റെ വേവ് ലെങ്ത്. ഓക്കെ, അതെന്താ വരുന്നത്? അതിന്റെ വേവ് ലെങ്ത് ആണ് വരുന്നത്. ഇപ്പൊ അഡ്ജസൻറ്റ് ക്രസ്റ്റോ അഡ്ജസൻറ്റ് ട്രഫോ തമ്മിലുള്ള ദൂരമാണ് എന്ത്? അതിന്റെ വേവ് ലെങ്ത്. അപ്പൊ വേവ് ലെങ്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണത്? നമ്മളിപ്പോൾ എഴുതിയത് 2 മീറ്റർ. ഓക്കെ, അപ്പം ലാംഡ ഇസ് ഈക്വൽ ടു 2 meter. Find the frequency if its speed is 20 meter per second. Speed velocity 20 meter per second ആണ്. ഓക്കെ, 20 meter per second. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു, അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ഓർ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. വി 20 meter per second, lambda 2. 20 divided by 2 എത്രയായി? 10 ആയി. ഓക്കെ, ഫ്രീക്വൻസി എത്രയായി? 10 ഹെർട്സ് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം ഡാഷ് ട്രാവൽസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. സൗണ്ട് ഒരു മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ഒരു മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ പാർട്ടിക്കിൾസ് ഉണ്ടാവും, കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും താഴെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ ഒരു കെട്ട് കെട്ടി, റിബൺ കൊണ്ട് ഒരു കെട്ട് കെട്ടി, എന്നിട്ട് ഈ സ്പ്രിങ്ങോ അല്ലെങ്കിൽ നമ്മളൊരു റോപ്പാണ് വിചാരിക്കുക. റോപ്പ് മുകളിലും താഴെ നമ്മളങ്ങോട്ട് ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കെട്ടിയിട്ട നമ്മളുടെ റിബൺ ഉണ്ടല്ലോ, അത് ഇവിടെ എവിടെ നിന്നാണോ കെട്ടിയത് ഇവിടെ വരെ എത്തുന്നുണ്ടോ? ഇല്ല. അതെന്താ ചെയ്യുന്നത്? മുകളിലും താഴോട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ് ചെയ്യുള്ളൂ. അതല്ലാതെ ആ വേവ് ആണ് മൂവ് ചെയ്യുന്നത്. വേവ് ശരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതില് മൂവ് ചെയ്യുന്ന എന്താ ട്രാവൽ ചെയ്യുന്നത്? മീഡിയം മൂവ് ചെയ്യുന്നില്ല, മീഡിയം അവിടെ തന്നെ. സോഴ്സ് ഓഫ് സൗണ്ട് മൂവ് ചെയ്യുന്നില്ല. പിന്നെ മൂവ് ചെയ്യുന്ന ഒറ്റൊരു സാധനമേ ഉള്ളൂ, വേവ്. വേവ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ, ഓർമ്മിക്കാം. ഓക്കെ, the last question. Two pit balls are suspended near two prongs of a tuning fork. അതിന്റെ ഡയഗ്രാം ഇവിടെ നോക്കാം. അപ്പം ഇതാണ് നമ്മളുടെ ട്യൂണിംഗ് ഫോക്ക് എന്ന് പറയുന്ന സാധനം. ആ ട്യൂണിംഗ് ഫോക്കിന്റെ അടുത്തായിട്ട് രണ്ട് പിറ്റ് ബോൾസ്, ചെറിയ വൈറ്റ് കളറുള്ള പിങ് പോങ് ബോൾസ്, പിറ്റ് ബോൾസ്, ഇങ്ങനെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബോൾസ് ആണ് ഇത്. അതെങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എ പേഴ്സൺ പ്ലേസ് എ പിയാനോ സിറ്റിംഗ് നിയർ ദി സിസ്റ്റം. ഇത് വെച്ചിട്ട് ഇതിന്റെ അടുത്ത് ഒരാൾ പിയാനോ വായിക്കുന്നുണ്ട്. ഫസ്റ്റ് കേസ് എന്താ? പിറ്റ് ബോൾസ് മൂവ് സ്ലൈറ്റ്ലി. ഇപ്പൊ ഇയാൾ ഇവിടെ പിയാനോ വായിക്കുമ്പോൾ ഈ പിറ്റ് ബോൾ സാവധാനം മൂവ് ചെയ്യാൻ തുടങ്ങും. വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പിയാനോ വായിക്കുമ്പം അതിനകത്തൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ കാരണം ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഒരു സാധനം കൊണ്ട് മറ്റേ സാധനം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. അല്ലേ? ഒന്നിന്റെ കാരണം മറ്റൊന്നിന് ഒരു വ്യത്യാസം വരാം. അത് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. പിന്നെ ഈ ട്യൂണിംഗ് ഫോക്കിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ. അല്ലേ? അത് ആ വൈബ്രേഷൻ വേറൊരു ഒബ്ജക്റ്റിന്റെ വൈബ്രേഷൻ ആയിട്ട് തുല്യമാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പിറ്റ് ബോൾസിന്റെ വൈബ്രേഷൻ ആയിട്ട് തുല്യമാകുമ്പോൾ പിറ്റ് ബോൾസും മൂവ് ചെയ്യാൻ തുടങ്ങും. അവിടെ സംഭവിക്കുന്നത് എന്താ? ആദ്യം ഇയാൾ പിയാനോ വായിക്കുമ്പം അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ കാരണം ഈ ട്യൂണിംഗ് ഫോക്കും വൈബ്രേറ്റ് ചെയ്യപ്പെടും. അതാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പൊ ഈ ട്യൂണിംഗ് ഫോക്കിന്റെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഈ പിറ്റ് ബോൾസിന്റെ ഫ്രീക്വൻസി ആയിട്ട് ഈക്വൽ ആവുമ്പം പിറ്റ് ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ട് ഒബ്ജക്ട്സിന്റെ ഫ്രീക്വൻസി ഈക്വൽ ആയിട്ട് അവർ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരേ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്? റെസൊണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്ന് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, മറ്റേത് റെസൊണൻസ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ലെറ്റസ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.